എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ TV പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് ഒരു വാത്സല്യ മാതാവ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച ചാനൽ മാറ്റുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട എന്നും യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണെന്നും കേട്ട് തൻ്റെ ആത്മഹത്യ താൻ മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ കടന്നു വന്ന് തൻ്റെ അനുഭവം പങ്കിട്ടു. 28 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച് കടഭാരങ്ങൾ തന്നെ വല്ലാതെ അലട്ടി, തകർച്ചയല്ലാതെ മരണമല്ലാതെ മറ്റൊന്നും തൻ്റെ മുൻപിലില്ല എന്നൊരവസ്ഥ തനിക്ക് വന്നു. ആ സമയത്താണ് താൻ ദൈവം വിശ്വസ്തനാണെന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. അതിലൂടെ താൻ അനുഗ്രഹിക്കപ്പെടുവാനും തൻ്റെ മരണം മാറ്റിവെക്കുവാനും തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരവധി ആളുകൾക്ക് ഈ TV പ്രോഗ്രാം അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കാം. നിശ്ചയമായും ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളെന്നും തകർച്ചകളല്ല, പരാജയങ്ങളെന്നും പരാജയങ്ങളല്ല. നിങ്ങളുടെ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ ശക്തിയുള്ളൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വേദപുസ്തകം തുടങ്ങുന്നു, നാം ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നയാളിന് ലക്ഷ്യമുണ്ടായിരിക്കണം, സ്ഥിരതയോടെ ഓടണം. വേദപുസ്തകം പറയുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ ഉലകത്തിൽ ശ്രദ്ധിച്ചു നോക്കാൻ കഴിയുന്ന ഏക വ്യക്തിയാണ് യേശു കർത്താവ്. യേശു കർത്താവിനെ നോക്കിയാൽ സ്ഥിരതയോടെ ഓടാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട സകല പരാജയങ്ങളും ജയമായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജനിച്ചത്, നിങ്ങൾ ജീവിക്കുന്നത് ഒരു പരാജയത്തിന് വേണ്ടിയല്ല. ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടത് മുഴുവൻ പരാജയമായിരിക്കാം, തകർച്ചയായിരിക്കാം. എന്നും നിങ്ങൾക്ക് തകർച്ചയല്ല, എന്നും നിങ്ങൾക്ക് പരാജയമല്ല. പരാജയപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് അപകർഷതാബോധമുണ്ടാകും. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടാകുകയില്ല. 2, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്താഗതി ഉണ്ടാകും. മരിച്ചാൽ മതി, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇത്രയും വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് മുഴുവൻ പരാജയമാണ്. ഇത്രയും വർഷം ഞാൻ കണ്ടത് മുഴുവൻ എവിടെ തൊട്ടാലും പരാജയം മാത്രമാണ് എൻ്റെ മുൻപിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ പരാജയം എൻ്റെ ജീവിതത്തിൽ മാറുമോ? ബിസിനസ്സിൽ പരാജയപ്പെട്ട ആളുകൾ, ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകൾ, കുടുംബത്തിൽ പരാജയപ്പെട്ട ആളുകൾ, പഠനത്തിൽ പരാജയപ്പെട്ട ആളുകൾ, എന്തു തൊട്ടാലും പരാജയപ്പെടുന്ന ആളുകൾ. ചില ആളുകൾ വിചാരിക്കും, ഞാനൊരു ശപിക്കപ്പെട്ട ജന്മമാണ്, എവിടെ ചെന്ന് തൊട്ടാലും എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ പരാജയമായിട്ടാണ് ഞാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതം ഒരു സമ്പൂർണ്ണ പരാജയമല്ല, നിങ്ങളൊരു വിജയമായി മാറാൻ തുടങ്ങുകയാണ്. വിജയമായി മാറുവാൻ എന്തൊക്കെയാണ് ആവശ്യം? വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 1, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സ്ഥിരത ആവശ്യമാണ്. പല ആളുകൾക്കും സ്ഥിരതയില്ല. അവരിവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് ഓടുന്നു, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്നു. സ്ഥിരതയില്ലാതെ അവർ മുന്നോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, വിജയിക്കുവാൻ നിങ്ങൾ ആദ്യമായിട്ട് ആവശ്യമുള്ളത് സ്ഥിരതയോടെ ഓടാൻ നിങ്ങൾ തയ്യാറാകുക.
സ്ഥിരതയോടെ ഓടിയാൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി മാറും. സ്ഥിരതയോടെ ഓടിയാൽ നിങ്ങളൊരു അത്ഭുതമായി മാറും. 1.5 വയസ്സുള്ളൊരു കുഞ്ഞ് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൻ ആദ്യം നടക്കാൻ എഴുന്നേറ്റപ്പോൾ അവൻ വീണുപോയി. നടക്കാൻ എഴുന്നേറ്റ് വീണുപോയത് കൊണ്ട് അവൻ വീണ്ടും ശ്രമിക്കാതിരിക്കുകയില്ല. അവൻ എന്നുവരെ ശ്രമിക്കും? അവൻ എഴുന്നേറ്റ് നടക്കും വരെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നുവരെ ശ്രമിക്കണം? വിജയിക്കും വരെ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു വിജയമുണ്ടാകും. അതിനെന്തൊക്കെ ആവശ്യമാണ്? 1, നിങ്ങൾ ഒരു ഓട്ടക്കളത്തിലാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളൊരു ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ വിരുദ് പ്രാപിക്കും വരെ നിങ്ങൾ ഓടണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു പരാജയമല്ല. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ ജനിച്ചത്, നിങ്ങൾ ജീവിക്കുന്നത് ഒരു പരാജയത്തിനു വേണ്ടിയല്ല, ഒരു വിജയത്തിനു വേണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സകല പരാജയങ്ങളെയും സർവശക്തനായ ദൈവത്തിന് വിജയമാക്കി മാറ്റാൻ സാധ്യമാണ്. വേദപുസ്തകം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയില്ലാതെ ഓടരുത്, സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുവാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു മാനിൻ്റെ പിന്നാലെ ഒരു സിംഹം ഇങ്ങനെ ഓടുകയാണ്. ആദ്യത്തെ ചില ദിവസങ്ങൾ ഈ മാനിൻ്റെ പിന്നാലെ ഈ സിംഹം ഓടിയിട്ട് മാനിനെ ലഭിച്ചില്ല. പെട്ടെന്ന് സിംഹം മനസ്സിൽ വിചാരിക്കുക എന്ന് കരുതുക, ആത്മഹത്യ ചെയ്തേക്കാം, ആ മാനിനെ എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം. ഒരിക്കൽ പോലും ഒരു മൃഗം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കില്ല. അത് പരാജയപ്പെട്ടു. അതിന് നിശ്ചയമായിട്ടും അറിയാം, അടുത്ത ദിവസം ഇതല്ലെങ്കിൽ മറ്റൊരു മാനെ എനിക്ക് നിശ്ചയമായിട്ടും ലഭിക്കും. അത് സിംഹത്തിന് ഉറപ്പാണ്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുക. എന്നുവരെ ഓടണം? വിജയിക്കുന്ന അന്നുവരെ നിങ്ങൾ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുത വിജയം നൽകിത്തരാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാണ്. ഓടുക, മുന്നോട്ട് ഓടുക. നിങ്ങൾ വിജയിക്കുന്ന ആ ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു വിജയമുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിന് ഒരു വിജയമുണ്ടാകും. നിങ്ങൾ പരാജയപ്പെട്ട അതേ ബിസിനസ്സിൽ, നിങ്ങൾ പരാജയപ്പെട്ട അതേ പ്രശ്നത്തിൽ കർത്താവ് നിങ്ങളെ ജയിപ്പിക്കും. തോൽവി എന്ന് നിലനിൽക്കുന്ന ഒരു വസ്തുതയല്ല, പരാജയം എന്ന് നിലനിൽക്കുന്നൊരു വസ്തുതയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വിജയം നൽകിത്തരും. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം നൽകിത്തരും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ, അവർ എരിഹോവിലെത്തി. യേശുവും തൻ്റെ ശിഷ്യന്മാരും എരിഹോവിലെത്തി. പ്രിയപ്പെട്ടവരെ, യോശുവയുടെ കാലത്ത് എരിഹോ പട്ടണം ശപിക്കപ്പെട്ടതാണ്. ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ട പട്ടണത്തിൽ അന്ധനായി, ഭിക്ഷക്കാരനായി അവൻ എരിഹോവിൻ്റെ തെരുവീതിയിലിരിക്കുകയാണ്. അവന് കണ്ണ് കാണത്തില്ല, അവൻ ഭിക്ഷക്കാരനാണ്. യേശുവിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് അവൻ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ യേശുവിൻ്റെ വർത്തമാനം കേൾക്കുകയാണ്. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നിങ്ങളെ തേടി ഒരു ദിവസം യേശു നിങ്ങളുടെ അരികിൽ വരും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ശപിക്കപ്പെട്ട പട്ടണത്തിലായിരിക്കാം, നിങ്ങളായിരിക്കുന്ന വീട്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പഠനം ഒരു പക്ഷേ ശാപത്തിലായിരിക്കാം. എന്നാൽ നിങ്ങളെ തേടി ഒരു ദിവസം യേശു കർത്താവ് എത്തും. നിങ്ങളുടെ കുടുംബത്തെ തേടി ഒരു ദിവസം യേശു കർത്താവ് എത്തും. ആ എരിഹോവിൽ കൂടെ നിരവധി ആളുകൾ പോയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷ നൽകുന്നത് പോലെ ഈ ഭിക്ഷക്കാരന്, ഈ കുരുടന് ഒരു പ്രതീക്ഷ വരികയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വരികയാണ്. അവനൊരു അത്ഭുത സൗഖ്യം നടക്കുമെന്നും അവൻ്റെ ഈ അന്ധത മാറുമെന്നും അവൻ്റെ ജീവിതത്തിൽ അവന് പ്രതീക്ഷ വരികയാണ്. അടുത്ത വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവൻ യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. അടുത്ത വാക്യം, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അവൻ വർഷങ്ങളായിട്ട് ആ സ്ഥലത്തിരുന്ന് അമ്മേ വെല്ലോം തരണേ എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. അവൻ വർഷങ്ങളായിട്ട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. ഇന്നുവരെ ആരും അവനെ വിലക്കിയിട്ടില്ല. ആരും അവനോട് അവൻ യാചിക്കുന്ന യാതന അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. അവൻ അന്ന്
ഭിക്ഷക്കാരനായിട്ട് വിളിക്കുകയല്ല. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുക. അവൻ്റെ മനസ്സിൽ അവനൊരു ഉറപ്പുണ്ട്. അവൻ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ. അവൻ്റെ ജീവിതത്തിൽ അവനൊരു ഉറപ്പുണ്ട്. നിശ്ചയമായിട്ടും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുക, വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ നിലവിളിയുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിയുന്ന, നിങ്ങൾക്ക് വേണ്ടി വിടുതലയക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന്, അതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കുന്ന, നിലവിളി കേൾക്കാൻ, നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ കരുത്തുള്ള ദൈവമുണ്ട്. അതാണ് നമ്മുടെ പ്രതീക്ഷ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ നിലവിളിച്ചു. പല ആളുകളും, കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു, അവനോട് മിണ്ടാതിരിപ്പാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. പല ആളുകളും പറഞ്ഞു അവനോട് മിണ്ടാതിരിപ്പാൻ. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും. നിങ്ങൾ വിജയത്തിലേക്ക് പോകുമ്പോൾ പല ആളുകളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഒത്തിരി പ്രാവശ്യം ചെയ്ത ബിസിനസ് അല്ലേ, ഒത്തിരി പ്രാവശ്യം പരീക്ഷ എഴുതിയതല്ലേ, ഒത്തിരി പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചതല്ലേ എന്ന് പല ആളുകളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുപോയ പല കുടുംബങ്ങളിലേക്കും കർത്താവിൻ്റെ അത്ഭുതം ഈ നിമിഷം വ്യാപരിക്കാൻ തുടങ്ങുക. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് കാണുകയാ. പല കുടുംബങ്ങൾക്കകത്തും പരാജയം വിജയമായി മാറാൻ തുടങ്ങുക. നിങ്ങളുടെ തകർച്ച ഉയർച്ചയായി മാറാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില ചെറുപ്പക്കാരികൾ, ചില പ്രായമുള്ള മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ വിചാരിക്കുക, ഞാനൊരു പാഴ്ജന്മമാണ്, ഞാനൊരു നാശമാണ്, ഞാൻ വിജയിക്കില്ല. നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, ശ്രമിക്കുക, യേശുവിനോടുകൂടെ നിങ്ങൾ ശ്രമിക്കുക. ആ കുരുടൻ അത്രയും വർഷം നിലവിളിച്ചത് വല്ലതും തരണേന്ന അവൻ്റെ നിലവിളിയുടെ സ്റ്റൈൽ അവൻ മാറ്റി. യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നിലവിളിയുടെ സ്റ്റൈല് നിങ്ങളൊന്ന് മാറ്റുക. യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നിലവിളിയുടെ സ്റ്റൈല് നിങ്ങളൊന്ന് മാറ്റുക. നിശ്ചയമായിട്ടും നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക. ഈ മനുഷ്യൻ അവൻ അവിടെ നിന്നിട്ട് വിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കരുണ തോന്നാൻ കരുത്തുള്ളൊരു ദൈവത്തെക്കുറിച്ച് അവൻ കേൾക്കുക. യേശുവേ ദാവീദിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിക്കുക. യേശുവിൻ്റെ മുൻപിൽ നിലവിളിക്കുകയാണ്. യേശുവേ ദാവീദ് പുത്ര എന്നോട് മനസ്സറിയണമേ എന്നവൻ നിലവിളിക്കുകയാണ്. പലരും അവനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും പലരും അവനോട് മിണ്ടാതിരിപ്പാൻ പറഞ്ഞിട്ടും അവൻ്റെ നിലവിളി നിർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, പലരും നിങ്ങളോട് പറയും, ഇത്രയും വർഷമായിട്ട് നീ കുരുടനായിട്ട് അവിടെ ഇരുന്നതല്ലേ, നീ കുരുടനായിട്ട് തന്നെ ഇരുന്നോളുക, എന്തിനു വേണ്ടിയാണ് നീ നിലവിളിക്കുന്നത്? അവർക്കറിയാം നീ നിലവിളിച്ചാൽ നീ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, നീ യേശുവിനെ വിളിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് പല ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്. അവർ നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് നിങ്ങളുടെ നിലവിളി നിർത്തുവാൻ ആവശ്യപ്പെടുന്നത്. ഈ കുരുടനായ മനുഷ്യനോട് അവർ നിലവിളി നിർത്തുവാൻ ആവശ്യപ്പെടുകയാണ്. വേദപുസ്തകം പറയുന്നു, അവൻ നിലവിളി നിർത്തി എന്നല്ല, അവൻ നിലവിളി തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ ആരാധന നിർത്തണം എന്നല്ല, പ്രാർത്ഥന നിർത്തണമെന്നല്ല, യേശുവിനെ ട്രൈ ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ തുടരുക, പ്രാർത്ഥന തുടരുക, ആരാധന തുടരുക, ദൈവത്തോടുള്ള നിലവിളി തുടരുക. നിശ്ചയമായിട്ടും ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള വാക്യത്തിൽ അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞവരെ വിളിക്കാൻ അല്ല യേശു പറഞ്ഞത്, അവനെ വിളിക്കാൻ. നിലവിളിച്ചുകൊണ്ടിരുന്ന അവനെ വിളിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിരുത്സാഹപ്പെടുത്തിയ അവരെ കർത്താവ് വിളിക്കില്ല. ജീവിതത്തിനകത്ത് ദൈവത്തിന് വേണ്ടി നിന്ന് നിങ്ങളെ വിളിക്കാൻ കർത്താവ് ആവശ്യപ്പെടും. അവനെ വിളിക്കാൻ യേശു നിന്നു. നിലവിളിക്കുന്ന നിങ്ങളുടെ മുൻപിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നും, ഏത് പട്ടണത്തിലിരുന്നും, ഏത് ശാപഗ്രസ്തമായ അവസ്ഥയിലിരുന്നും നിങ്ങൾ യേശു എന്ന് വിളിക്കുക. ആ നാമത്തെ നിങ്ങളൊന്ന് ഉയർത്തി വിളിക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ നാമത്തിന് വ്യത്യാസം തരാൻ കഴിയും. അവൻ നിലവിളിക്കുക, കുരുടനായ മനുഷ്യൻ നിലവിളിക്കുക. അവൻ്റെ നിലവിളിയുടെ മുൻപിൽ യേശു കർത്താവ് നിൽക്കുകയാണ്. അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ അവനെ വിളിക്കുക. അവനെ വിളിക്കാൻ വേണ്ടിയല്ല, നിരുത്സാഹപ്പെടുത്തിയ അവൻ പരാജയപ്പെടുമെന്ന് അവൻ്റെ കാതിൽ പറഞ്ഞ ആളുകളെ വിളിക്കാൻ വേണ്ടിയല്ല, അവനെ വിളിക്കുക എന്ന് യേശു പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ കുരുടനെ അവനെ നിരുത്സാഹപ്പെടുത്തിയ ആളുകൾ പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നീണ്ട ദിവസങ്ങൾ പരാജയപ്പെട്ടു പോയ നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും.
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കും. പരാജയപ്പെട്ട കുടുംബജീവിതത്തിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും. നിങ്ങളെ വിളിക്കുന്ന ഒരു വിളി നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ. കർത്താവിനോട് പറയുക, പല ആളുകൾക്കും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിളി വരാൻ തുടങ്ങുക. നിങ്ങളെ തേടി ഒരു വിളി വരാൻ തുടങ്ങുക. ഒരത്ഭുതത്തിൻ്റെ വിളി, ഒരു വിജയത്തിൻ്റെ വിളി. നിങ്ങൾ ഇന്ന് വരെ കേട്ടത് മുഴുവൻ നിരുത്സാഹത്തിൻ്റെ വാക്കുകളായിരുന്നെങ്കിൽ, പരാജയത്തിൻ്റെ വാക്കുകളായിരുന്നെങ്കിൽ, തകർച്ചയുടെ വാക്കുകളായിരുന്നെങ്കിൽ, നിങ്ങളെ തേടി ഒരു വിളി വരാൻ തുടങ്ങുക. നിങ്ങളുടെ കുടുംബത്തെ തേടി ഒരു വിളി വരാൻ തുടങ്ങുക. അവൻ എഴുന്നേറ്റു. വേദപുസ്തകം പറയുന്നു, അവൻ തൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു. യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ പുതപ്പ് നിങ്ങൾ ഇട്ട് കളയണം. ചാടി എഴുന്നേൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, പഴയ പുതപ്പ് നിങ്ങൾക്ക് വിടാൻ കഴിയുമോ? പഴയ മദ്യപാനം, പഴയ പുകവലി, പഴയ ദോഷ സ്വഭാവങ്ങൾ, പഴയ ഞൊണപറച്ചിൽ, പഴയ ജാരശങ്ക, പഴയ കോപം, അതൊന്നും വിടാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്വഭാവം ഒന്ന് വിടാൻ കഴിഞ്ഞാൽ യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയും. ഈ മനുഷ്യൻ തൻ്റെ ജീർണിച്ച പുതപ്പ് വിടുകയാണ്. ആ മദ്യപാനം വിടാം, ആ പ്രതിസന്ധി, ആ കഞ്ചാവലി വിട്ടേക്കാം. ആ പഴയ സ്വഭാവത്തോട്, ആ പാപ സ്വഭാവത്തോട് നമുക്ക് വിട പറയാം. ഈ മനുഷ്യൻ അവൻ്റെ പഴയ സ്വഭാവം വിട്ടുകളഞ്ഞ്, അവൻ പുതപ്പ് വിട്ടുകളഞ്ഞ് അവൻ മുന്നോട്ട് വരിക. അടുത്ത വാക്ക്, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് കർത്താവിന് അറിയാം അവൻ എന്താണ് ആവശ്യം. എങ്കിലും നമ്മുടെ വായിൽ നിന്ന് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു? അതിനവൻ മറുപടി, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അവന്റെ ആവശ്യം കൃത്യമായിട്ട് ദൈവത്തോട് പറയുക. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, തകർച്ചയിലായിരിക്കുന്ന, പരാജയത്തിൽ തുടരുന്ന നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ ആവശ്യപ്പെടുക യേശുവിനോട്, കർത്താവ് എനിക്കൊരു ജോലി ആവശ്യമാണ്, എൻ്റെ കുടുംബ തകർച്ചയൊന്ന് മാറിപ്പോകണം, ഈ എക്സാമിൽ എനിക്കൊരു വിജയം നൽകി തരണം, എൻ്റെ ഈ ബിസിനസ്സിൽ എനിക്കൊരു ജയം നൽകി തരണം. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും യേശുവിനോട് പറയാം. യേശു അവനോട് പറയുക, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാരംഭഘട്ടമായിരുന്നു. അവൻ സ്ഥിരതയോടെ, അവൻ്റെ നിലവിളി അവൻ സ്ഥിരതയോടെ തുടർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്ഥിരതയോടെ ആരാധന തുടരുക, പ്രാർത്ഥനകൾ തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുക. അടുത്ത വാക്യത്തിൽ നാം വായിക്കുക, അവൻ ഉടനെ സൗഖ്യമാകുകയാണ്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സൗഖ്യം നൽകി തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് പോകാനല്ല, യേശുവിനെ അനുഗമിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചാൽ, നിങ്ങളുടെ തകർച്ച മാറിയാൽ യേശുവിനെ അനുഗമിക്കാൻ കഴിയുമോ? ഈ കുരുടനായ മനുഷ്യൻ, അവൻ സൗഖ്യം പ്രാപിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പോയി എന്നല്ല, അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക, യേശുവിനോട് നിലവിളിക്കുക. ഒരു പക്ഷേ എല്ലാ കണക്കുകൂട്ടലും പരാജയപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം താങ്കൾ. പരിശുദ്ധാത്മാവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ കണക്കുകൂട്ടലും പരാജയപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ വിജയം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു മകന്റെ കണ്ണിൽ കൂടെ അവൻ, നമ്മളൊക്കെ കരയുമ്പോൾ കണ്ണുനീര് വരും, അവൻ കരയുമ്പോൾ കണ്ണിൽ കൂടെ ബ്ലഡ് വരും. അവൻ അറിയാവുന്ന അമ്പലങ്ങളെല്ലാം കൊണ്ടുപോയി, അറിയാവുന്ന അമ്പലങ്ങൾ മുഴുവൻ കൊണ്ട് കയറി. അമ്പലങ്ങളിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ പത്തനംതിട്ട മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുചെന്ന് ഡോക്ടർമാർക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ യേശു സൗഖ്യമാക്കി. ഇന്നിവൻ കരയുമ്പോൾ കണ്ണിൽ കൂടെ ബ്ലഡ് അല്ല വരുന്നത്, കണ്ണുനീരാ വരുന്നത്. അവനെ യേശു സൗഖ്യമാക്കി. ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവനെ കർത്താവ് സൗഖ്യമാക്കി.
കരമടിച്ച് സഭയ്ക്ക് ഒന്ന് ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ശക്തിയോടെ ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് ഉറക്കെ പറഞ്ഞ് യേശു ജീവിക്കുന്നു. അവന്റെ അമ്മ ഒന്ന് വന്നേ. അവന്റെ അമ്മയുടെ വായിൽ നിങ്ങൾ കേട്ട ആ സാക്ഷ്യം എന്താന്ന്? പേര് സൈജിൻ, എൻ്റെ പേര് അനിത. ഞങ്ങൾ മലയാളപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് കണ്ണിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. അവന് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ വന്നു. പത്തനംതിട്ടയിലെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി. അതിനുശേഷം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മരുന്ന് തരാൻ കഴിയുകയില്ല എന്ന്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് ചെയ്തു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ബ്ലഡ് വന്നു. അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോയി, ഒരു മാറ്റവും ഇല്ല. അവസാനം ഞങ്ങൾ ഇതുപോലെ ദൈവത്തെ അറിഞ്ഞു. ദൈവം അവനെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഭവനത്തിൽ ഒരുമിച്ച് പോയി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. ഞങ്ങൾ ഇവന് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ മേലൊരു അസാധാരണ ബലം വരും. ഇവൻ കയ്യിലെ നരമ്പൊക്കെ കണ്ടിച്ച് എന്തിടാ കയ്യിലെ നരമ്പൊക്കെ കണ്ടിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ല. കുഞ്ഞിന് ജീവിക്കാൻ ഇഷ്ടമില്ല, ചാവാൻ വേണ്ടി കയ്യിലെ നരമ്പൊക്കെ കണ്ടിച്ച. പക്ഷേ യേശു അവന് ജീവൻ കൊടുത്തു. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, യേശു അവന് ജീവൻ കൊടുത്തു. നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ്. എല്ലാം കിട്ടി ഇഷ്ടം പോലെ. പക്ഷെ കർത്താവ് വിടുവിച്ച് അതിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഒന്ന് കരമുയർത്തി സ്വത്രം പറഞ്ഞേ. ആരാ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞ ഇന്ന് രാവിലെ കർത്താവ് ജനത്തിനെ വിടുവിക്കാൻ പോവാം. ഇതുപോലെ പ്രശ്നമുള്ള ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കാൻ യേശുവിന് സാധ്യമാണ്. ആർക്കും ലോകത്തിൽ നിങ്ങളെ വേണ്ടായിരിക്കും, പക്ഷെ കർത്താവിന് നിങ്ങളെ വേണം. വേറെ നിങ്ങൾ ഈ അമ്മച്ചിയെ കണ്ടോ? ഈ അമ്മച്ചി ചങ്ങനൊന്ന് മരിക്കാൻ വേണ്ടി തുടങ്ങിയ അമ്മച്ചിയാണ്. ആത്മഹത്യക്കുറിപ്പ് എഴുതാം എന്നൊക്കെ വിചാരിച്ച് പേന എടുത്തപ്പോൾ വെറുതെ റിമോട്ട് മാറ്റി, വെറുതെ ചാനലൊന്ന് മാറ്റിയാണ്. അന്ന് ബുധനാഴ്ച രാത്രി 10:30 നമ്മുടെ പ്രോഗ്രാം നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ മരിക്കണ്ട, നിങ്ങളുടെ കടം യേശു കിട്ടും. അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 29 വർഷമായി ഈ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട്. ഒരു പ്രതീക്ഷയും ജീവിതത്തിലില്ല. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് മരിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ്. അത്രയും ഭീമമായ കടബാധ്യത. അദ്ദേഹം അടുത്ത ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഇന്നലെ രാത്രി മരിക്കാൻ തീരുമാനിച്ച, പക്ഷേ നിങ്ങളുടെ പ്രഭാഷണത്തിനകത്ത് മരിക്കണ്ട, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അതുകൊണ്ട് ഞാൻ മരിച്ചില്ല, ഞാൻ ജീവിക്കുക ദൈവത്തിന് വേണ്ടി. ലോകം മുഴുവൻ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ ആഴ്ചകളിലും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഞങ്ങളോടുകൂടി ഈ ആരാധനയിൽ പങ്കെടുക്കാം. പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ നിങ്ങളെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും ഒരുമിച്ച് ഞങ്ങളോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകളെ മുഴുവൻ അത്ഭുതമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ദൈവം പരാജയപ്പെട്ട ദൈവമല്ല. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് കേട്ടു, തിമ്മയുടെ മകനായ ബർത്തിമായിയെ യേശു കർത്താവ് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ കണ്ണാലെ ഞങ്ങൾ കണ്ട ഒരു അത്ഭുതം. 14 വയസ്സുള്ള ഒരു മകൻ, അവൻ കരയുമ്പോൾ അവൻ്റെ കണ്ണിലൂടെ രക്തം വരികയാണ്. അവൻ്റെ മാതാപിതാക്കൾ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ഹോസ്പിറ്റലിലും അവനെ കൊണ്ട് കയറി. അവർക്കറിയാവുന്ന ക്രിയകളൊക്കെ അവർ ചെയ്തു. അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു പ്രാർത്ഥനയിൽ വെച്ച് ആ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. നമ്മുടെ കർത്താവ് പ്രകൃതിക്ക് അതീതമായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. എത്ര പരാജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും, എത്ര നിരാശയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും, എത്ര തകർച്ചയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും, ഒരു നിമിഷം നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ പരാജയത്തെ വിജയമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ രോഗത്താൽ നിരാശപ്പെട്ട ആളാണെങ്കിൽ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നയാളാണെങ്കിൽ, കുടുംബജീവിതത്തിലെ തകർച്ചയുള്ള വ്യക്തിയാണെങ്കിൽ, ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
പരിശുദ്ധ പ്രിയ പിതാവേ, യേശുവിൻ നാമത്തിൽ ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാന്യ പ്രേക്ഷകർക്കായി സ്തോത്രം. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. എല്ലാ തകർച്ചകളും അവരുടെ ജീവിതത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അർദ്ധനെ വൈശ്വസിയാന്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണമായൊരു സൗഖ്യം അവരുടെ പരാജയത്തിൽ നിന്ന് ഒരു ജയത്തിലേക്ക് നയിക്കപ്പെടുന്ന ദിവസമായി മാറട്ടെ. കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മുൻപിൽ പിശാചിട്ടിരിക്കുന്ന സകല തകർച്ചകളും മാറിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിരവധിയായിട്ടുള്ള രോഗികളെ ഈ നിമിഷം കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങുക. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ നിമിഷം രോഗികൾ സൗഖ്യമാകട്ടെ. ഈ നിമിഷം തകർച്ചകൾ മാറട്ടെ. പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ സൗഖ്യത്താൽ, ദൈവത്തിൻ്റെ ജയത്താൽ ഈ നിമിഷം നിൻ്റെ മക്കളെ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പരാജയങ്ങളെ ജയമാക്കി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പാൻ ദൈവം ഇടയാക്കും. പ്രാർത്ഥനയുടെ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഞങ്ങളോട് കൂടെ ആരാധനയിൽ സംബന്ധിക്കാം. എല്ലാ ഞായറാഴ്ചയും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലുള്ള ആരാധനയിൽ നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പങ്കെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി തയ്യാറാകുക. നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി മാറും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കാണും വരെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0422220207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.